ഈ ടി വി പറയണത് അപ്പൊ ഇനി കടകളിൽ പോയി ചോദിക്കുമ്പോ LCD അല്ലെങ്കിൽ LED അതൊക്കെ മറന്നേക്കുക. അറിയില്ല ഒരു ടി വി. അപ്പൊ നമ്മുടെ കയ്യിൽ ടാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സുധീഷ് തനു. അപ്പൊ ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് വന്നിരിക്കുന്നത്. ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പൊ കൊറിയറിൽ ഒരു സാധനം തന്നിട്ട് വണ്ടി പോയുള്ളൂ. അപ്പൊ എന്റെ കയ്യിലേക്ക് സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായാലും ഉള്ളത്. അവയെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ടി വിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും ഇതുകൊണ്ട് ഇനി വെയിറ്റ് ആണ്, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോയേക്കാം. കൂടുക ടി വി എത്തിട്ടാ ടി വി എത്തി അച്ഛന് സത്ത ടി വി എത്തിയിട്. അപ്പളേ ഈ ടി വിക്ക് വേണ്ടി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യായിരുന്നു. നല്ല മഴ കാരണം 2-3 ദിവസം ഡിലേ. അപ്പൊ എന്തായാലും ടി വി എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കൊറിയറിൽ വന്നിട്ട് പോയി. സത്യം പറഞ്ഞാൽ ഈ ഒരു ടി വി നമ്മൾ പർച്ചേസ് ചെയ്ത് ഓൺലൈൻ വഴിയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ടി വികളുടെ പരസ്യങ്ങളുടെ ബഹളാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. പക്ഷേ ഈ ടി വി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. അപ്പോൾ ഇങ്ങനൊരു ടി വി തിരുവനന്തപുരത്ത് നിന്ന് വരണ എന്തായിരിക്കും കാരണം അല്ലേ? അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരാൻ ഒരു കാരണമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി തരാം. ഇതൊരു റിയൽ വൺ ഇലക്ട്രോണിക്സ് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, തിരുവനന്തപുരത്ത് നിന്ന്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 43 ഇഞ്ചാണ്. പിന്നെ അൾട്രാ HD ആണ്, 4K റെസൊല്യൂഷൻ ആണ്. പിന്നെ നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ, യൂട്യൂബ്, HDMI പോർട്ടുണ്ട്, പിന്നെ USB പോർട്ടുണ്ട്, പിന്നെ ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം ആണ്, സൗണ്ട് ബാറൊക്കെ. അങ്ങനെ ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇത് 43 ഇഞ്ചിൻ്റെ ടി വി ആണ്. ഈ ടി വി പറയണത് ഫ്രെയിംലെസ് റിയൽ വൺ OLED അതാണ് പറയുന്നത്. നമ്മളിപ്പോൾ ടി വി അങ്ങ് പോകുമ്പോൾ LED പറയാറില്ലേ, LED LCD അതൊക്കെ പഴയ വേർഷനാണ്. ഇനി അറിയാത്തവർ ശ്രദ്ധിക്കുക, LED ഇല്ല LCD ഒക്കെ അതൊക്കെ മാറി. ഇവിടെ കണ്ടില്ലേ OLED അല്ലെങ്കിൽ QLED, അങ്ങനെ ഇത് പുതിയ വേർഷനിലാണ് ടി വിയുടെ സ്പെസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഇനി കടകളിൽ പോയി ചോദിക്കുമ്പോൾ LCD അല്ലെങ്കിൽ LED അതൊക്കെ മറന്നേക്കുക. അപ്പൊ എന്താ നമ്മൾ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലേ, നമുക്കിത് പൊട്ടിച്ച് നോക്കാം. പിന്നെ ഇവർ പറയണത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ടി വിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് 5 വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയാണ്, 5 വർഷം. പിന്നെ നമുക്ക് ലൈഫ് ടൈം സർവീസ് വാറന്റി. നമുക്ക് ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ടി വിയുടെ സർവീസിന് ആൾ വന്ന് നോക്കി പോകുന്നതിന് പൈസ വാങ്ങില്ല. അപ്പോൾ ലൈഫ് ടൈം സർവീസ് വാറന്റി ഉണ്ട്. പിന്നെ ഇതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റാനുള്ള പൈസ കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഓർഡർ കൊടുത്തത്. അപ്പം ഇനി ഇത് എന്താണെന്നുള്ളത് നമുക്ക് പൊട്ടിച്ച് നോക്കാം അല്ലേ. ഇവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഉണ്ടോ നോക്കാം അല്ലേ. ടി വി പൊട്ടിച്ച് നോക്കാം. ഓക്കെ ആണോ? പൊട്ടിച്ച് നോക്കില്ല നമുക്ക്. ഓക്കെ. അപ്പം എന്തായാലും ഇനി കൂടുതൽ സമയങ്ങളല്ല, നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഇത് എന്തൊക്കെയുണ്ട് ഇതിൻ്റെ അകത്തുള്ളത്. വാ എന്തായാലും അകത്തേക്ക് പോവാ. എടാ വാ, പിടിക്ക് 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 കുറുമ്പി പിടിക്ക് പിടിക്ക് പിടിക്ക്. വാ 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 വാ. അയ്യോ റിമോട്ട് കണ്ടാ? കൊച്ചു ടി വി കേൾക്കാം. നീ റിമോട്ട് എടുത്ത് പരിപ്പെടുക്കരുത്. ആടാ കൊച്ചു ടി വി കേൾക്കാം. അപ്പൊ നമുക്ക് എന്താ ടി വി ഓണാക്കാൻ പോട്ടോ, എന്താ സ്ഥിതി നോക്കാം. അപ്പൊ നമ്മൾ എന്തായാലും ടി വി ഓണാക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല കേട്ടോ. കൊള്ളാം. ഇതിപ്പോൾ ഒരു 43 ഇഞ്ച് ടി വി ആണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഹോട്ട്സ്റ്റാറും പിന്നെ യൂട്യൂബും നെറ്റ്ഫ്ലിക്സും പിന്നെ ആപ്പ് സ്റ്റോർ അങ്ങനെ അവർ പറഞ്ഞ സ്പെസിഫിക്കേഷൻ ഒക്കെ ടി വിയിലുണ്ട്. പിന്നെ അൾട്രാ HD ആണ്, പിക്ചർ ക്വാളിറ്റി, നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം ബുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എന്താണ്, ചിലപ്പോൾ വല്ല തട്ടിപ്പാണോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ ഓൺലൈനിലൂടെ പല പ്രശ്നങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്നു ഈ സാധനം ഈ വീടെത്ര വരെ. അപ്പോൾ വീടെത്തിയപ്പോൾ സംഭവം നമുക്കൊന്ന് റിലാക്സ് ആയിട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ മഴ കാരണം 2 ദിവസം ഡിലേ വന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സാധനം കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തെ കൊറിയറുകാർ കൊണ്ടുവന്ന് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പോയി. നമ്മുടെ അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. ഷോപ്പ് വരും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വരുന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവർ ആ പറഞ്ഞ പ്രകാരം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു.
അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ടി വി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ഗൂഗിൾ പേ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വളരെ തന്നെയാണ്. കാർഡ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ എന്താണ് EMI ഫെസിലിറ്റി അങ്ങനെയൊന്നും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നല്ല. അപ്പോൾ നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഷോപ്പിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഒരു മാസത്തെ. ആ ഓഫറിലാണ് നമ്മൾ ടി വി വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് 18 രൂപ റേഞ്ചിലാണ് നമുക്ക് ഈ ടി വി കിട്ടിയത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 19,600 പിന്നെ ഇത് എനിക്ക് 5 വർഷം റീപ്ലേസ്മെന്റ് വാറന്റിയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്നത്തെ നമ്മളൊരു സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ ഏറ്റവും വലിയ റിസ്ക് വരുന്നതാണ് സർവീസ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം സർവീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഈ ടി വി നമ്മൾ തിരുവനന്തപുരത്ത് എടുത്തത് ഇതൊക്കെ തന്നെയാണ് കാരണം. നിങ്ങൾ വാങ്ങിച്ച ടി വിയുടെ റേറ്റ് അന്വേഷിച്ചോ. പിന്നെ പല ആളുകൾക്കും ഉണ്ട് 43 ഇഞ്ച് അല്ലെങ്കിൽ 40 ഇഞ്ച് ടി വി പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. അത് ചില ആളുകൾക്ക് അറിയില്ല അത് എങ്ങനെയാണുള്ളത്. അത് നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം ആദ്യം. അപ്പോൾ നമ്മുടെ കയ്യിൽ ടാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കോർണർ ടു ഈ കോർണറാണ് അതിൻ്റെ കാൽക്കുലേഷൻ 43 ഇഞ്ച് വരണം. അപ്പോൾ നമുക്ക് എന്തായാലും അതും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഷോപ്പുകാർ പറഞ്ഞ പോലെ തന്നെ 43 ഇഞ്ച് തന്നെയാണ് നമ്മുടെ ഈ ടി വി. ഈ ടി വിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഈ താഴെ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ടി വി ഉപയോഗിച്ചതിന് ശേഷം ഈ ടി വി എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ക്വാളിറ്റിയും മറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ വിളിക്കാം. അപ്പോൾ എന്തായാലും ഈ ഷോപ്പിനെ സംബന്ധിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഈ ഷോപ്പിൻ്റെ വിശദവിവരങ്ങളുമായിട്ട് ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ അരിയിലേക്ക് എത്തുന്നതായിരിക്കും. തിരുവനന്തപുരത്ത് പോയി ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അവിടെ എന്തൊക്കെ ടൈപ്പ് ടി വികളാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ മോഡലുകളുണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ ഷോപ്പിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അരിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ടി വി കണ്ടിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തും. നിങ്ങളെവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നേന് ഇവിടെ വാങ്ങുന്നു. ഗുഡ് ബൈ. സുധീഷ് തേനൂർ.